ഫോട്ടോഷോപ്പ് തുറന്നതിന് ശേഷം എഡിറ്റിങ്ങിന് ആയി നമ്മൾ ഒരു ചിത്രം തുറക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ പാഠം. ഇതിനായിട്ട് ഇവിടെ ഫയൽ ടാബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ചിത്രങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇടത്തിലേക്ക് പോവുക. ചിത്രങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിക്കവാറും ഇത് വിൻഡോസ് 7-ലാണെങ്കിൽ ലൈബ്രറിയിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. വിൻഡോസിന്റെ XP വെർഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മൈ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും നിങ്ങളുടെ പിക്ചറുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ സൂക്ഷിച്ചിരിക്കുന്ന ഫോൾഡറിലേക്ക് യഥാവിധം പോയി ആവശ്യമായ ചിത്രത്തെ സെലക്ട് ചെയ്യും. ഇവിടെ വിൻഡോസ് 7-ന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണിത്. ഇതിലെ ലൈബ്രറീസ് എന്ന ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്ചർ എന്ന ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ, നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ആവശ്യമായിട്ടുള്ള ചിത്രം സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ചിത്രം തുറന്നപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഈ സ്റ്റേജിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ടാബ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഈ ടാബിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ചിത്രത്തിന്റെ പേരും മറ്റും കാണാം. ഈ ടാബില് ഏറ്റവും വലത്തെ അറ്റത്തായിട്ട് ഒരു X മാർക്ക് കാണാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോട്ടോനെ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനായിട്ടും സാധിക്കും. വീണ്ടും നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ തുറക്കുന്ന വിധം നോക്കാം. ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡ് കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ നമ്മൾ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടേക്ക് പോവുക. കൂടുതൽ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. നമുക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. ഇവിടെ ഒരു ചിത്രം വന്നു. എന്നാൽ ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടോ മറ്റു സംവിധാനങ്ങളിലൂടെയോ കൂടുതൽ ചിത്രങ്ങൾ ഒരേ സമയം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചിത്രങ്ങൾ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബാറിൽ ഒന്നിൽ കൂടുതൽ ടാബുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഈ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടാബിലെ ചിത്രങ്ങൾ നമുക്ക് സ്റ്റേജിൽ കാണാവുന്നതാണ്. എല്ലാ ചിത്രങ്ങളെയും ഒരുമിച്ചു സ്റ്റേജിൽ കാണുന്ന വിധങ്ങളുണ്ട്. അതെല്ലാം വഴിയെ പഠിക്കാം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഓരോ ടാബിൽ സെലക്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ ചിത്രങ്ങളെ ഓരോന്നായിട്ട് പ്രദർശിപ്പിക്കാവുന്നതാണ്, വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടാബിന് ഒരു കളർ മാറ്റം ഉള്ളത് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ലൈഡർ തമ്പ് 3 എന്ന ഈ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ചിത്രങ്ങൾ, ഒരു ചിത്രമോ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളോ നമ്മുടെ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ശ്രമിച്ചു നോക്കുക. ഫോട്ടോഷോപ്പിലെയും സ്റ്റേജ് ഒരു ഫയലും ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ ആ സ്റ്റേജിൽ എവിടെയെങ്കിലും, അതായത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യാം. മൗസ് ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ എന്ന കമാൻഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ചിത്രങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചിത്രങ്ങൾ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ സ്റ്റേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ കമാൻഡ് ലഭിക്കുന്നതല്ല. അതുപോലെ ഓപ്പൺ കമാൻഡിന് കീബോർഡിൽ കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് O എന്ന അക്ഷരം പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ അമർത്തി O പ്രസ് ചെയ്യുക, ഓപ്പൺ കമാൻഡ് ലഭിക്കുന്നതാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളെ സെലക്ട് ചെയ്യാവുന്നത് ആണ്. അടുത്തടുത്ത ചിത്രങ്ങളെ, അവയെ അഡ്ജസന്റ് പിക്ചേഴ്സ് എന്നാണ് പറയുക. അഡ്ജസന്റ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അടുത്തടുത്തത് എന്നാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അടുത്തടുത്തല്ലാത്ത ഒന്നിടവിട്ടതോ അല്ലെങ്കിൽ ഇടകലർന്നതോ ആയിട്ടുള്ള ചിത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ചിത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ
കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം അടുത്ത ചിത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ കമാൻഡ് കൊടുക്കുക. അപ്പോൾ ആ ചിത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ചിത്രങ്ങൾ തുറന്ന് വരുന്നതാണ്. ധാരാളമായിട്ട് ശ്രമിച്ചു നോക്കുക. ഓൾ ദ ബെസ്റ്റ്. ഫോട്ടോഷോപ്പിലെ അടുത്തിടെ, അതായത് സമീപകാലത്ത് നമ്മൾ തുറന്ന് പ്രവർത്തിച്ച ചിത്രങ്ങൾ, തുറന്ന് വർക്ക് ചെയ്തിട്ടുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റ് ഫയൽ മെനുവില് ഓപ്പൺ റിസെന്റ് എന്ന ഇവിടെ ലഭിക്കുന്നതാണ്. അതായത് ഏതാണ്ട് 10ഓളം ലിസ്റ്റ്, 10ഓളം അടുത്ത് തുറന്ന് പ്രവർത്തിച്ച ഫയലുകൾ നമുക്ക് ഈ ഓപ്പൺ റിസെന്റ് എന്ന ഭാഗത്ത് ലഭിക്കുന്നതാണ്. റിസെന്റ് എന്ന വാക്കിനർത്ഥം സമീപകാലത്ത് തുറന്ന് പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ റിസെന്റ്. ഇവിടെ ഇതില് 1, 2, 3 ആയിട്ട് 10 ലിസ്റ്റിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഫയല് തുറന്നു വരുന്നതാണ്.